വെൽക്കം ടു അനദർ വ്ളോഗ്. നമ്മൾ ഇന്ന് പോകുന്നത് മലയാറ്റൂർക്കാണേ. എല്ലാ കൊല്ലവും കാറിൽ പോകുന്ന നമ്മൾ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ട്രെയിനാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഷിജോയും ഡെൽവിനും. പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോകാൻ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞു പോയ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് വളരെ വലിയ സീറ്റായിരുന്നു. അങ്ങനെ അങ്കമാലി എത്തി. അങ്കമാലിയിൽ നമ്മൾ മലയാറ്റൂർ അടിവാരത്തേക്കുള്ള ബസ് പിടിക്കുകയാണ് ചെയ്തത്. ബസ്സിലെങ്കിലും സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. സീറ്റ് കിട്ടി. നല്ല ശാന്തമായിരുന്നു ആദ്യമൊക്കെ, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി. അങ്ങനെ നമ്മൾ മലയാറ്റൂർ പള്ളിയുടെ അവിടെ എത്തി. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ പണി കിട്ടി. വേറെ നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ഈ മഴയും കാര്യങ്ങളും കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുട എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ നമ്മൾ കുടയൊന്നും എടുക്കാതെ രണ്ടും കൽപ്പിച്ച് അങ്ങ് നടന്നു. അങ്ങനെ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു മെഴുതിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ മലയാറ്റൂരും മുത്തപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങോട്ട് യാത്ര ആരംഭിച്ചു. നമ്മൾ കറക്റ്റ് ദുഃഖവെള്ളിയാഴ്ച പോയത് കൊണ്ടാണെന്ന് പറയും, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഇതുപോലെ കുറേ പേര് വലിയ കുരിശൊക്കെ എടുത്ത് ചുമന്നുകൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മെഴുതിരി സ്റ്റാൻഡിൽ എങ്ങനെയാണ് മെഴുതിരി കത്തിക്കാമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറേ കുട്ടികളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ കാണാണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കണ്ടുകിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 14 സ്ഥലവും കഴിഞ്ഞ് മുകളിലെത്തിയിട്ട് മുത്തപ്പനെ കണ്ടു. പിന്നെ അവിടുത്തെ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. നേർച്ച അരിയായിരുന്നു, അരിയും കുരുമുളകും. അതിൽ നിന്ന് കുറച്ച് നേർച്ചയൊക്കെ എടുത്തു. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു കുരിശ് കുറേ ആൾക്കാർ കൊണ്ടുവരുന്നത്, അതുപോലെ വേറെ കുറേ കുരിശുകൾ ഇവിടെ കൊണ്ടുവന്ന് കുറേ പേര് മുമ്പേ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, എന്ത് വലുപ്പതിനൊക്കെ. പിന്നെ നമ്മൾ ആനക്കുത്തിയ പള്ളി കണ്ടു. അവിടെയും ആൾക്കാർ നേർച്ചയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ യാത്ര അവിടുത്തെ അത്ഭുത കിണറില്ലേ അവിടേക്കായിരുന്നു. അവിടേക്ക് വെള്ളമൊക്കെ നിറയ്ക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ കിണറിൽ വെള്ളമില്ല. കുറച്ച് പൈസ നാണയത്തുണ്ടുകളും പിന്നെ അതുപോലെ വേറെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്വർണ്ണക്കുരിശ് കാണാൻ പോയി. പിന്നെ അതുപോലെ തന്നെ തോമാസ് ലീഗയുടെ കാൽപാദം പതിഞ്ഞ ആ പാറ അത് കാണാൻ പോയി. അവിടെ വെള്ളം മാർക്ക് ചെയ്തിട്ടില്ല, അതാണ് തോമാസ് ലീഗയുടെ കാൽപാദം. ഇതിൽ ക്ലിയർ അല്ല, നിങ്ങൾക്ക് കാണാം. ഇവിടെയും പൈസ ഇട്ട് തുടങ്ങി. സാഹസികമായ മല കയറ്റത്തിനൊടുവിൽ ഇനി സാഹസികമായ മല ഇറക്കമാണ്. സൈഡിൽ നമുക്ക് ലൈറ്റൊക്കെ കാണാം. അത് എനിക്ക് തോന്നുന്നു അടിവാരമാണെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടായിരിക്കും. അങ്ങനെ കുറേ മുത്തപ്പൻ്റെ വിളിയൊക്കെ കേട്ട് കുരിശൊക്കെ കണ്ട് ഇപ്പം എൻ്റെ കുരിശ് ദേ പോകുന്നു. എൻ്റെ ഭർത്താവ് ക്ഷീണിതനായി ദേ പോകുന്നു. പിന്നെ നമ്മൾ ക്ഷീണമൊക്കെ മാറ്റാൻ ഈ പാപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പക്ഷെ ചായയുടെ അടിഭാഗം മാത്രം കിട്ടി, നിറച്ച് ചായപ്പൊടിയും അത് മാത്രമായിട്ട് കിട്ടി. പിന്നെ ഇത് കമ്മലും മാലയും മോതിരങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു, കൊന്തയൊക്കെ നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ നേർച്ച പായസം വാങ്ങിച്ചു. ഈ ഒരു സാധനം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. വല്ല ആനയൊക്കെ വരുമ്പോൾ പേടിപ്പിച്ച് ഓടിപ്പിക്കാനായിട്ട് നല്ലതാണ്. എല്ലാവരും അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന കാഴ്ച ഇതാണ്. ഈ കുരിശ് ഇവർ എങ്ങനെ ഇറക്കും എന്നാണ്. ഇതെങ്ങനെ അവർ മല കയറ്റും എന്നുള്ളതും വലിയ കൺഫ്യൂഷനാണ്. ഇത് കണ്ടില്ലേ, വൻ തിരക്കാണ്. ഇതൊക്കെ ഈ മല കയറാനായിട്ട് ദുഃഖവെള്ളിയാഴ്ച വന്ന ആൾക്കാരാണ്. തിരിച്ച് നമ്മൾ ബസ് പിടിച്ചു. ബസ്സിലും നല്ല തിരക്കായിരുന്നു. നമ്മൾ എവിടെ കയറിയാലും നല്ല തിരക്കാണ്. അപ്പോൾ സൗജന്യ ചുക്കുകാപ്പി കഴിക്കോ ക്ഷീണം മാറ്റൂ. മല ഇറങ്ങി വരുന്ന തീർത്ഥാടകർക്കും മല കയറുന്ന തീർത്ഥാടകർക്കും അങ്ങനെ നമ്മൾ സൗജന്യമായിട്ടൊരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് നേരെ നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ട്രെയിനൊക്കെ കയറി നമ്മൾ തിരിച്ച് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ എത്തിയപ്പോൾ ഏകദേശം ഒരു 1:45 പുലർച്ചെ സമയമായി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.